എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സബ്സ്ക്രൈബേഴ്സ് ഒരുപാടുണ്ട്, പക്ഷെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ആളുകൾ കാണുന്നില്ല. എന്തുകൊണ്ട്? ഇതാണ് എല്ലാവർക്കും ഉള്ള സംശയമാണ്. ചിലർ പറയുന്നത് എന്റെ സബ്സ്ക്രൈബേഴ്സ് ഓർഗാനിക് ആയിട്ടുള്ളതാണ്, ഞാൻ ഇത് വീഡിയോസ് ഇട്ട് ഉണ്ടാക്കിയ സബ്സ്ക്രൈബേഴ്സ് ആണ്, പക്ഷെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ആരും കാണുന്നില്ല. എന്തുകൊണ്ട്? ഇതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, രണ്ട് ടൈപ്പിലാണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നത്. ഒന്ന്, ഓർഗാനിക് ആയ സബ് തന്നെ നിങ്ങൾ ഷോർട്സ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടുന്ന കുറേ സബുകൾ ഉണ്ടാവും. അപ്പോൾ പലരും എനിക്ക് 4000 സബുണ്ട്, 3000 സബുണ്ട്, പക്ഷെ വീഡിയോസ് ഇടുമ്പോൾ ഇപ്പോഴും 100, 200, 300 ആളുകൾ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളത് പറയും. എന്തുകൊണ്ട് ഈ സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് എനിക്ക് ഉപകാരമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഷോർട്സിൽ നിന്ന് കിട്ടിയ സബ്സ്ക്രൈബേഴ്സിന് മെയിൻ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒരിക്കലും അങ്ങനെ പോവാറില്ല, പക്ഷെ റെക്കമെൻഡേഷനായി ഷോർട്സ് വീണ്ടും ഒക്കെ ചെല്ലാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ആ കാര്യം തിരിച്ചറിയുക. അപ്പൊ ഷോർട്സ്, അപ്പൊ നിങ്ങൾക്ക് മെയിൻ വീഡിയോസ് ഇപ്പൊ ലൈവ് ആണെങ്കിൽ പോലും, ലൈവ് ഇടുകയാണോ, നിങ്ങൾ ലൈവ് ഇട്ട് അതിൽ ട്രാഫിക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ മെയിൻ വീഡിയോസ് ആണോ ചെയ്യുന്നത്, മെയിൻ വീഡിയോസ് ചെയ്ത് അതിൽ ട്രാഫിക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഷോർട്സും അതേപോലെ തന്നെ ഷോർട്സ് ഇട്ട് അതിൽ ട്രാഫിക് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഷോർട്സ് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഞാൻ ലൈവ് ഇട്ടാലോ അല്ലെങ്കിൽ മെയിൻ വീഡിയോസ് ഇട്ടാലോ കയറുന്നില്ല എന്നുള്ളത്. ഇതേ ഒരു പ്രൊസീജിയേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് അവിടെ കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. അവിടെയും ഇത് തന്നെയാണ്. നമ്മൾ അതിൽ പോസ്റ്ററുകൾ ഇട്ട് വന്നാലാണ് അതിനും ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ വളരെ വിശദമായി മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഷോർട്സിൽ നിന്നും കിട്ടിയ സബുകളായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ വളരെ അധികം ബുദ്ധിമുട്ടി, ഒരു ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്യുന്ന ആള് വളരെയധികം ബുദ്ധിമുട്ടി ക്രീമൊക്കെ വാരി തേച്ചു, അവർ അത്രയും സമയം അത് ഉണങ്ങാനുള്ള സമയമൊക്കെ വെയിറ്റ് ചെയ്തു, ഉണങ്ങി അതെല്ലാം ചെയ്ത് ക്ലിയർ ആയി അവർ വീഡിയോസ് ഇടുമ്പോൾ പലരും കാണുന്നില്ല. കാരണം അവരുടെ ആവശ്യക്കാരിലേക്ക് പോലും നോട്ടിഫിക്കേഷൻ ചെല്ലാത്തത് കൊണ്ടാണ്. ഒന്ന്, ഈ കാര്യം നിങ്ങൾ ഈ സബ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ്. ഉപകാരമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഓർഗാനിക് ആയിട്ടുള്ള സബ്ബാണ്, കുഴപ്പമില്ല ഷോർട്സിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ മെയിൻ വീഡിയോസിലാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നതെങ്കിൽ അതിൽ സബ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി നിങ്ങൾക്ക് ഒരുപാട് സബുകളുണ്ട്. എങ്ങനെ എല്ലാ വീഡിയോസിലും പറഞ്ഞു പോയത് തന്നെയാണ്, എങ്കിലും പറയുന്നു. പല സ്ഥലത്തും അതുപോലെ ടെക് വീഡിയോസ് ചെയ്യുന്നവരുടെ കടിയിൽ പോയിട്ട് വളരെ ഇതുപോലെ എനിക്ക് ഒന്ന് അങ്ങോട്ട് കൂട്ടുകൂടിയാൽ ഞാൻ ഇങ്ങോട്ടും കൂട്ടുകൂടാം, എന്റെ കൂടെ വന്നാൽ ഞാൻ നിന്റെ കൂടെയും വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾ മേടിച്ച സബ്ബായിരിക്കും. ഇവരൊക്കെ നിങ്ങളുടെ ആവശ്യക്കാരാണോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങൾ അവരെ സബ് ചെയ്യുന്നു, അവർ നിങ്ങളെയും സബ് ചെയ്യുന്നു, അതൊരു കൗണ്ടായി മാത്രം അവിടെ കിടക്കുന്നു. അതുകൊണ്ടുള്ള ഭയങ്കരമായ ദോഷമാണ് നിങ്ങൾക്ക്. ഏറ്റവും വലുത് അവരെ കൊണ്ട് നിങ്ങൾക്ക് ദോഷമാണ്. കാരണം ആദ്യകാലങ്ങളിൽ നിങ്ങളെ സബ് ചെയ്ത് വെച്ചവരിലേക്കാണ് നോട്ടിഫിക്കേഷൻ ആദ്യം ചെല്ലുക. ഇവരിലേക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലുമ്പോൾ ഇവർ ഒരിക്കലും കാണില്ല. കണ്ടിട്ടില്ലെങ്കിൽ പിന്നീട് നോട്ടിഫിക്കേഷൻ ചെയ്യുന്ന യൂട്യൂബ് അവിടെ നിർത്തും, പിന്നീട് ആ വീഡിയോസ് കയറില്ല. ഇത് എത്ര പറഞ്ഞു കൊടുത്താലും അറിയാതെ ഒരു പക്ഷെ നിങ്ങൾക്ക് കാണാം. പിന്നെ പല ചാനലുകൾ കാണുമ്പോഴും അതിങ്ങനെ കാണാറുണ്ട്, സബ് ചെയ്യൂ, സബ് ചെയ്യൂ, അല്ലെങ്കിൽ സബ് ചെയ്യുമോ, തിരിച്ച് ചെയ്യുമോ, അങ്ങനെ ചെയ്യുമോ, ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു മടുത്ത കേസാണ്. ഇപ്പൊ ഈയിടെയായിട്ട് നമ്മൾ അങ്ങനെ ഒരു പുതിയ അപ്ഡേഷൻ വന്നു എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ നമ്മൾ സബ് വേണ്ടി അപേക്ഷിക്കുമ്പോൾ, കുറേ പ്രാവശ്യം അപേക്ഷിക്കുമ്പോൾ നമുക്ക് യൂട്യൂബ് വാർണിംഗ് തരികയും പിന്നീട് യൂട്യൂബ് 3 പ്രാവശ്യം വാർണിംഗ് തരികയും 4ാം പ്രാവശ്യം ചാനൽ വരെ സ്പാം കമന്റ് വിടുന്നവരുടെ ടെർമിനേറ്റ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതുപോലെ ഇപ്പൊ പഴയതുപോലെയല്ല, റിപ്പോർട്ട് അടിച്ചാൽ വളരെ പെട്ടെന്ന് ചാനൽ അടിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പോ അത് കമന്റിന്റെ സെക്ഷനിൽ പെടുന്നതാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പൊ ഇത്തരത്തിൽ സബ് വാങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ഇനി ഇത് വേണ്ട, ഓക്കെ, ഞാൻ യൂട്യൂബിൽ യാചിച്ചിട്ടല്ല സബ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്കൊക്കെ വാട്സപ്പിൽ ഷെയർ ചെയ്തുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്ത് ഒന്ന് കാണാൻ ശ്രമിക്കൂ. പ്ലീസ് ഈ വീഡിയോസ് ഒന്ന് കാണൂ, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്യൂ എന്ന് പറയുന്ന പലരും ഉണ്ട്. അവരും സബ് ചെയ്തു വെച്ച ഇത് തന്നെയാണ് അവസ്ഥ. അവരാരും നിങ്ങളുടെ വീഡിയോ അർഹിക്കുന്നവരല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണോ, അല്ലെങ്കിൽ ആ സംഭവം സ്ഥിരമായിട്ട് അവർ കാണാൻ താല്പര്യപ്പെടുന്നവരാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അവിടെയാണ് ഈ ഓർഗാനിക് സബ്സ്ക്രൈബേഴ്സ്, ഓർഗാനിക് സബ് എന്നതിനുള്ള പ്രാധാന്യം കിടക്കുന്നത്. അപ്പൊ നിങ്ങളിത് മെയിൻ വീഡിയോസ് ഇട്ട് നിങ്ങളെ സബ് ചെയ്യുന്നവർ 100% നിങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് സബ് ചെയ്യുന്നവരാണ്. അവർ നിങ്ങളുടെ അടുത്ത വീഡിയോസ് കാണും. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്സിന്റെ സബ് കൊണ്ട് നിങ്ങൾ മെയിൻ വീഡിയോസുകാർക്ക് വലിയ ഉപകാരമൊന്നുമില്ല. അതേപോലെ തന്നെ മെയിൻ വീഡിയോസിന്റെ സബ് കൊണ്ട് ഷോർട്സിന് ഉപകാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപകാരമുണ്ട്.
ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ മോണിറ്റൈസേഷൻ ആകാത്തവരോട് ഞാൻ അധികവും പറയാറുള്ളത്, എക്സ്പെഷ്യലി ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ ഈ എക്സ്പോസ് അല്ലാത്ത വീഡിയോസ്, ജനങ്ങൾ റിപ്പീറ്റ് വാല്യൂ ഇല്ലാത്ത വീഡിയോസ് ഒക്കെ ചെയ്യുന്ന എന്തെങ്കിലും ഒക്കെ ചെറിയ ചെറിയ കണ്ടന്റ് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ഷോർട്സ് ഒത്തിരി ബുദ്ധിമുട്ടാണ് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി. നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ മെയിൻ വീഡിയോസ് ഇടലാണ്. അതാകുമ്പോൾ കറക്റ്റ് കൗണ്ടിങ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ഇത്ര മണിക്കൂറായി എന്നുള്ളത്. ഷോർട്സ് 3 മാസം കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ പുറകിൽ നിന്ന് കുറഞ്ഞു വരും. ഇത് മെയിൻ വീഡിയോസ് ആകുമ്പോൾ ഒരു വർഷം 365 ദിവസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു അച്ചീവ്മെന്റ് നിങ്ങൾക്ക് പ്രയത്നിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. നല്ല വീഡിയോസ് ഇട്ട് പോയി കഴിഞ്ഞാൽ 50-60 വീഡിയോസ് മാക്സിമം അതിനുള്ളിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആകേണ്ടതാണ്, കറക്റ്റ് ആയിട്ട് ഇട്ട് പോയി കഴിഞ്ഞാൽ. അപ്പൊ ഈ കാര്യം വളരെയധികം നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും സബുള്ളവർ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട, നിങ്ങൾ മെയിൻ വീഡിയോസ് ഇട്ട് തുടങ്ങൂ എന്നുള്ളതാണ്. ഈ ഷോർട്സ് ഇട്ടിട്ട് മോണിറ്റൈസേഷൻ ആകാത്തവർ നിങ്ങൾ മെയിൻ വീഡിയോസ് കൂടെ ഇട്ട് തുടങ്ങുക എന്നുള്ളതാണ്. കാരണം എനിക്ക് തോന്നുന്നു മെയിൻ വീഡിയോസ് ആണ് കുറച്ചുകൂടെ ഈസി എന്ന് തോന്നുന്നു ഈ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ. നന്നായിട്ട് കഷ്ടപ്പെടുന്നവർക്ക് ഷോർട്സിന്റെ കാര്യത്തിൽ പലപ്പോഴും ലക്കാണ് വന്നു ചേരുന്നത്, ഭാഗ്യമാണ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഷോർട്സ് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കുന്നവരുണ്ട്. ഈ റീമിക്സ് ഒക്കെ ഹാഫ് ആക്കി വെച്ചിട്ട് ഹാഫ് അവരുടെയും ഹാഫ് നമ്മളുടെയും വീഡിയോസ് ഇട്ടിട്ട്, ഞാൻ ഏതോ ഒരു വീഡിയോസിൽ പറഞ്ഞിരുന്നു, അത്തരം ക്രിയേറ്റിവിറ്റി ഇല്ലാത്തവരെ എനിക്കിഷ്ടമല്ലാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അങ്ങനെ ഇടാൻ പാടില്ല എന്നുള്ളതല്ല. കാരണം അവർ ക്രിയേറ്റിവിറ്റി ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ആരോ ചെയ്തു വെച്ച വീഡിയോസിന് അങ്ങനെയാണോ എന്നല്ല, നടക്കട്ടെ, ഓക്കെ സൂപ്പർ എന്ന് അടിയിലിരുന്ന് പറഞ്ഞ് ക്രിയേറ്റിവിറ്റി ആയി ഒന്നും ചെയ്യുന്നില്ല. വാട്സപ്പിൽ വന്നിരുന്നു ഇന്നലെ മറ്റൊരാൾ ഇതിനെ പറ്റിയിട്ട്. അത്തരം ചാനലുകളുടെ അവസ്ഥയും ആധികാരികമായിട്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ റീമിക്സ് ചെയ്യുന്നവർ. ചില സമയത്തിൽ കോപ്പിറൈറ്റ് വരാം, ചില സമയത്ത് റീയൂസ്ഡ് വരാം. യൂട്യൂബ് തന്നെ നമുക്ക് ആ ഓപ്ഷനും തരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അത്തരം റീമിക്സ് ചാനലുകളെ പറ്റി, ഷോർട്സ് ഇടുന്നവരെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോ ഇത് ഇടക്കൊക്കെ ഒന്ന് പരീക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് തന്നെ പണിയായി പോയി കഴിഞ്ഞാൽ അതിന്റെ എപ്പോ നിങ്ങൾക്ക് പണി കിട്ടും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് സ്ഥിരമായിട്ട് നമ്മളെ ഇങ്ങനെ ബന്ധപ്പെടാറുണ്ട്. ആ സുഹൃത്ത് എനിക്ക് അവരുടെ കൗണ്ടിങ്, അവർക്കിപ്പോ 100K സബ്ബൊക്കെ ആയിട്ടുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു അത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ ഇതിന് എത്രമാത്രം ആധികാരികതയുള്ള ചാനൽ ആവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലരും ട്രോൾ വീഡിയോസ് തുടങ്ങുന്ന പോലെ പെട്ടെന്ന് അടിച്ചു പോകാനും സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് നിങ്ങളുടെ ചാനൽ മെയിൻ വീഡിയോസ് ഒന്നും കൂടുതൽ ആളുകൾ കാണാത്തത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മെയിൻ വീഡിയോസ് വേണമെങ്കിൽ മെയിൻ വീഡിയോസിൽ തന്നെ ട്രാഫിക് ഉണ്ടാക്കിയെടുക്കണം. വീഡിയോസ് ഇട്ട് പോയി കൊണ്ട് മെയിൻ വീഡിയോസിൽ തന്നെ ട്രാഫിക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ മെയിൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർ മറ്റൊരു കാര്യം, അതിൽ നിന്നും കട്ട് ചെയ്തിട്ട് 2, 3, 4 ഷോർട്സ് ഇടാതിരിക്കുക. വളരെ നിർബന്ധമാണെങ്കിൽ ഒരു ഷോർട്സ് ഇടാം. അതും നിങ്ങൾ അതിൽ നിന്ന് കട്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ തരുന്നുണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ചെയ്തു വെച്ച ഫയൽ നിങ്ങളുടെ കയ്യിലുണ്ടാകും. അതിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഒരു ഷോർട്സ് ഇട്ടതിന് ശേഷം അതിൽ റെക്കമെൻഡ് ആയിട്ട് നിങ്ങളുടെ മെയിൻ വീഡിയോസ് ലിങ്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് കാണുന്നവർ മെയിൻ വീഡിയോസ് വന്ന് കാണും. അത്തരം ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ച് മുന്നോട്ട് വരാൻ ശ്രമിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പലരും വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ പലരെയും ഞാൻ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ചാനൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം 3 വർഷമായിട്ടും മോണിറ്റൈസേഷൻ ആവാത്തൊരു ചാനലാണ്. ചാനലിന്റെ ട്രാഫിക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നുന്ന ഒരു സമയം. ഇനി അവരത് പൊക്കിക്കൊണ്ടുവരാൻ വളരെ കഷ്ടപ്പാടാണ്. പുതിയൊരു ചാനൽ തുടങ്ങാനും അവർക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് പലരെയും റിജക്ട് ചെയ്യേണ്ടി വന്നത്. വളരെയധികം വിഷമമുണ്ട്. നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കൂ. പുതിയ ചാനൽ തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വരിക എന്നുള്ളതാണ്. പുതിയ ചാനലുകാർക്കും ഒക്കെ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരിക്കൽ കൂടി അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു, ഈ വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറയുന്ന അടുത്ത മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. തികച്ചും ഫ്രീ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. 50 ദിവസത്തെ കാലാവധിയാണ്. ഇതിന്റെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ലേഡീസിന്റെയും ജെന്റ്സിന്റെയും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്യുക. 125 ലേഡീസും 125 ജെന്റ്സും എന്നുള്ള ഒരു 50 ദിവസത്തെ യാത്ര എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തീരുമ്പോഴേക്കും നിങ്ങളുടെ 50% ആളുകളുടെ മോണിറ്റൈസേഷൻ ആകും എന്നുള്ളത് എനിക്ക് നിങ്ങളോട് ചെറിയൊരു ഉറപ്പ് തരാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇത് അഥവാ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആകാത്തവരാണെങ്കിലും ഏകദേശം മോണിറ്റൈസേഷന്റെ അടുത്തെത്താൻ നിങ്ങൾക്ക് കഴിയും എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. അതുമല്ലെങ്കിൽ നിങ്ങൾ പകുതി വരെ ഓടിയവരാണെന്നുണ്ടെങ്കിലും യൂട്യൂബിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഈ 50 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി 250 പേർക്ക് മാത്രമേ ആദ്യത്തെ സെക്ഷനിൽ ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ. കാരണം ഒരുപാട് പേരുകൾ ഇത്രയും ഈ ഒരു ഗ്രൂപ്പിലേക്ക് വന്നാൽ പലരെയും നമുക്ക് ഒരുമിച്ച് ഗൈഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും ഇതിൽ
തുടക്കക്കാരനായതുകൊണ്ടുള്ള ചില നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് പേടിച്ചത് കൊണ്ടാണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ആളുകളെ ചേർക്കുന്നത്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ബന്ധപ്പെടാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു സബ്സ്ക്രൈബേഴ്സിന്റെയും ഇതിന്റെയും കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട അടുത്ത ഒരു നല്ലൊരു വീഡിയോസുമായി വരുമ്പോഴേക്കും ബൈ.